മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ മർദ്ദിച്ചതിലെ ആദ്യ അന്വേഷണ റിപ്പോർട്ട് തിരുത്താൻ ADGP MR അജിത് കുമാർ ഇടപെട്ടെന്ന് AD തോമസ് MLA-യും യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് കുര്യാക്കോസും. മർദ്ദന സ്ഥലത്തെ CCTV ഇതുവരെ പരിശോധിച്ചിട്ടില്ല. 5 പേരാണ് മർദ്ദിച്ചത്. റിപ്പോർട്ട് തിരുത്താൻ ഇടപെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. പുതിയ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് പ്രതികരണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അടിയന്തരമായ നടപടി ഇതിനാവശ്യമാണ്. ആദ്യത്തെ ആവശ്യം ഈ SITയുടെ റിപ്പോർട്ടിൻ പ്രകാരം എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയതിന് ശേഷം ഈ റിപ്പോർട്ട് തിരുത്താൻ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്, ചില ADGP ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിൽ കൃത്യമായി അനിൽകുമാറിൻ്റെയും സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കാണിച്ചത് അവരുടെ ഡ്യൂട്ടി അല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നൊരു കാര്യമാണ്. ഇവർ ഈ വിഷയത്തിൽ ഒരു തിരുത്ത് നടത്തി അല്ലെങ്കിൽ ഇവർ സുതാര്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നതിൻ്റെ കാരണം മുകളിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. അതിൽ ആദ്യം മുതൽക്കേ ഈ ചൈത്ര മാഡം ഒരു പോസിറ്റീവായ റിപ്പോർട്ട് കൊടുത്തു എന്നൊരു പരക്കെയൊരു വാർത്തകൾ ഇവിടെ ഈ ആലപ്പുഴയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഇടപെടൽ നടത്തിയത് MR അജിത് കുമാർ ആണെന്ന് ഞാനും ഈ വാർത്തയിൽ വരുമ്പോഴാണ് ദിവസം പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. അറിയാൻ സാധിച്ചത് മൂന്ന് ദിവസത്തോളം ഇവിടെ അന്ന് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ ട്രിവാൻഡ്രം ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധം കെട്ട് വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത്. 4 ദിവസത്തേക്ക് 4 ദിവസം അവിടെ നിർത്തുകയും തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും 113 അതായത് അദ്ദേഹത്തിൻ്റെ ഇവർ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തതാണ് എന്ന് തിരുത്തണമെന്നാണ് ഈ പറയുന്ന ADGP ആവശ്യപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചത്. അതൊക്കെ SITനകത്ത് ഉൾപ്പെടുത്തി അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിന് MR അജിത് കുമാർ ഇടപെട്ട് അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തി തിരുത്തി എന്ന് ഈ രണ്ടുപേരും പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ ആ പറയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ, സത്യമാണെങ്കിൽ ആ പോലീസുകാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ സമരക്കാർക്ക് നേരെ കാണിച്ച അക്രമത്തിനേക്കാൾ വലിയ അക്രമമാണ് ആ തിരുത്തൽ. അശ്വിൻ, ഹാഷ്മി, ഈ കേസ് അതിൻ്റെ ഇപ്പോഴുള്ള തലങ്ങളിൽ നിന്ന് കൂടുതൽ വലിയ തലങ്ങളിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ AD തോമസും ഈ മർദ്ദനത്തിനെതിരെ അജയ് ജോൽ കുര്യാക്കോസും അടക്കം പറയുന്നത് അന്ന് ADGP ആയിരുന്ന, ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാർ ഈ കേസിൽ ഇടപെട്ടു, ഈ കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പറയുന്നത്. അതായത് അന്ന് 2023 ഡിസംബർ 15-നാണ് ആലപ്പുഴയിൽ മർദ്ദനം ഉണ്ടാകുന്നത്. അതിനുശേഷം ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഈ കേസിൽ FIR ഇടുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അന്ന് ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ റിപ്പോർട്ട്, അതിൽ ഈ ക്രിമിനൽ കുറ്റമാണ് ഗൺമാൻമാർ ചെയ്തതെന്നും അവരുടെ ചുമതലയില്ലാത്ത കാര്യമാണ് അവിടെ നടന്നതെന്നുമുള്ള അടക്കമുള്ള റിപ്പോർട്ടാണ് അന്ന് നൽകിയത്. ആ റിപ്പോർട്ട് തിരുത്തിക്കാൻ MR അജിത് കുമാർ ഇടപെട്ടെന്നും തിരുവനന്തപുരത്തേക്ക് അന്വേഷണ ചുമതല ഉദ്യോഗസ്ഥരെ 3 തവണ വിളിപ്പിച്ചെന്നുമാണ് ഈ ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതടക്കം ഇന്ന് SITക്ക് മുന്നിൽ മൊഴിയായി നൽകുമെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉന്നതതല ഇടപെടൽ ഈ കേസ് അട്ടിമറിക്കാൻ ഉണ്ടായി എന്നുള്ള ഗുരുതരമായ ആരോപണം SITക്ക് മുന്നിലേക്ക് വരികയാണ്. ഒരുപക്ഷെ MR അജിത് കുമാർ അടക്കമുള്ള ആളുകൾ ഈ കേസിൻ്റെ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചേക്കാം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതിൽ അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന സുനിൽ രാജാണ്. സുനിൽ രാജിനെ ഇന്നോ നാളെയായി ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് SIT അറിയിച്ചിരിക്കുന്നത്. ഈ കേസിൽ മൊഴി തിരുത്താൻ അല്ലെങ്കിൽ ആദ്യ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തൽ വരുത്താൻ ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദം ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ഈ സുനിൽ രാജ് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതുവരെ 9 പേരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇന്ന് ഈ മർദ്ദനത്തിന് ഇരയായ AD തോമസിനെയും ഒപ്പം അജയ് ജോൽ കുര്യാക്കോസിനെയും ഇപ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ മൊഴി രേഖപ്പെടുത്തലാണ്. ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് ചൈത്ര തെരേസ ജോണിനെ അടക്കം വിളിച്ചു വരുത്തിയത് തിരുത്താൻ MR അജിത് കുമാർ നേരിട്ട് ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇത് വൻ അട്ടിമറി നീക്കം, ഉന്നതതലത്തിൽ അടക്കം ഇടപെട്ട വൻ അട്ടിമറി നീക്കങ്ങൾ ആ കേസിൽ ഉണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഗുരുതരമായ കുറ്റവും ഗുരുതരമായ പിഴവുമല്ലേ അശ്വിൻ? അപ്പോൾ ഈ പുതിയ അന്വേഷണ സംഘം ഈ പറയുന്ന ഗൺമാൻമാരുടെ മർദ്ദനം, അതിനുശേഷം അവരെ രക്ഷിക്കാൻ ഉന്നതതലത്തിൽ നടത്തിയ അട്ടിമറി നീക്കങ്ങളൊക്കെ വളരെ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ അത് വേറെ ഡയമെൻഷനിലോട്ടൊക്കെ പോകും. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് വമ്പൻ സ്രാവുകളുടെ ഇടപെടൽ ഇതിലുണ്ടായി എന്നുള്ള സൂചനകളിലേക്ക് തന്നെയാണ് അല്പസമയം മുമ്പ് AD തോമസുമായി അജയ് ജോൽ കുര്യാക്കോസുമൊക്കെ സംശയം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെന്നെത്തുന്നത്. സംസ്ഥാന ADGP തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിക്കാൻ തിരുവനന്തപുരത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയെന്നും അത് തിരുത്തിയാണ് ആഭ്യന്തര വകുപ്പിലേക്ക് നൽകിയതെന്നും ഒക്കെ പറയുമ്പോൾ ഈ കേസിൽ എത്രത്തോളം ബാഹ്യ ഇടപെടൽ ഉണ്ടായി, എത്രത്തോളം സമ്മർദ്ദമുണ്ടായി അന്വേഷണ സംഘത്തിന് മുകളിൽ എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ്, ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ്, അതിൽ ഈ റിപ്പോർട്ട് തിരുത്തി
വരുമ്പോൾ അത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പിന്നീട് വന്നതും അന്നത്തെ മുഖ്യമന്ത്രി അടക്കം സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ മാധ്യമങ്ങൾക്ക് മുന്നിലും നിയമസഭയിലും അടക്കം പറഞ്ഞതും ഇത്തരത്തിൽ ഈ തിരുത്തിയ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയത് ശരിയാണെങ്കിൽ ആ തിരുത്തിയ അന്വേഷണ റിപ്പോർട്ടിലെ കാര്യങ്ങളാണ് നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ ഭരണത്തിന് കീഴിൽ നടന്ന ഏറ്റവും വലിയ ഗുരുതരമായ കുറ്റകൃത്യമായ റിപ്പോർട്ട് തിരുത്തൽ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് SITയുടെ അന്വേഷണം തെളിഞ്ഞാൽ വളരെ വലിയ ഒരു തലത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിനുശേഷം ഇവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ കേസിൽ ആരോപണ വിധേയരായ പ്രതികളായ രണ്ടുപേരെ അനിൽ കല്ലിയൂരിനെയും ഒപ്പം സന്ദീപിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. അത് നാളെയോ മറ്റന്നാളോ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൺമാന്മാർക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തി ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് തിരുത്തി എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോലീസ് സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ അത് അന്വേഷണത്തിന് വിധേയമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.